പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജനറൽ കൺവീനറും ചീഫ് അഡ്മിനുമായ സനൽകുമാർജി വളരെ ഭംഗിയായി തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ നടന്നു പോകുന്നത് എന്ന് വളരെ വിശദമായി വിശദീകരിച്ചു കഴിഞ്ഞു. ആധ്യാത്മിക വിഷയങ്ങൾ, അവരവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ ഇവിടെ ഈ ഹാളിൽ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കാണ് കൂടുതൽ സൗകര്യം, കൂടുതലും അങ്ങനെ ഉള്ള ആൾക്കാർ ഇവിടെ വരുന്നത് ഓഫ്ലൈനായിട്ട് പഠിക്കാനായിട്ട്. അവരവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ, ഉപനിഷത്താണെങ്കിൽ ഉപനിഷത്ത്, ഭഗവത്ഗീതയാണെങ്കിൽ ഭഗവത്ഗീത, രാമായണമാണെങ്കിൽ രാമായണം, ഭാഗവതമാണെങ്കിൽ ഭാഗവതം, നാരായണീയമാണെങ്കിൽ നാരായണീയം, എല്ലാ വിഷയങ്ങളും ഇപ്പോൾ പ്രാണായാമത്തിൻ്റെ ക്ലാസ്സുകൾ വരെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ദർശികാജി സംസ്കൃതം ക്ലാസ് എടുക്കുന്നുണ്ട്. പുരുഷ സൂക്തം വളരെ വിശദമായി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആധ്യാത്മിക വിഷയങ്ങൾ സൗജന്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സനൽജി പറഞ്ഞു കഴിഞ്ഞു. സപ്താഹത്തിൻ്റെയും നവാഹത്തിൻ്റെയും ഒക്കെ പേരുകളിൽ നടന്നു വരുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ഇപ്പോൾ ഓൺലൈൻ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ ചിദാനന്ദപുരി സ്വാമി വളരെ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന 2-3 എപ്പിസോഡ് കഴിഞ്ഞു. അതിലൊന്നും ചെന്ന് പെടാതെ ഈ വിഷയം പഠിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഹിൻസർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ഗുരുനാഥൻ തുടങ്ങി വെച്ച ആ ഒരു നാരായണീയത്തിലൂടെയാണ് അദ്ദേഹം ഇന്ന് ലോകം മുഴുവൻ അറിയുന്നത്. അതിൻ്റെ എല്ലാ നേട്ടങ്ങളും ഇന്ന് ഈ ഹിൻസർ ഏത് നിലയിൽ, ഇവിടെ പറഞ്ഞു 50ാമത്തെ ഗ്രൂപ്പാണ് കഴിഞ്ഞ ശിവരാത്രി ദിവസം നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ കഴിഞ്ഞത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ കൂടി. അപ്പോൾ ഓഫ്ലൈനിലും ഓൺലൈനിലും ഒരേപോലെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സന്തുഷ്ടിയുണ്ട്. നമ്മൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം. ഒട്ടേറെ ആചാര്യന്മാർ അവരുടെ സമയം കണ്ടെത്തി ഇതിനു വേണ്ടി മെനക്കെടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷയങ്ങളെല്ലാം പഠിക്കുവാൻ സാധിക്കുന്നത്. ഇതിലാരും സന്യാസിമാരില്ല, എല്ലാവരും ഗൃഹസ്ഥന്മാരാണ്. അപ്പോൾ അവരുടെ കുടുംബജീവിതത്തോടൊപ്പം തന്നെയാണ് ഈ വിഷയങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇന്ന് നടന്ന പരീക്ഷ എല്ലാവരും ഏതാണ്ട് ശരാശരിയിൽ മുകളിൽ നിലവാരം പുലർത്തി. 91 മുതൽ 55 വരെയായിരുന്നു അതിൻ്റെ മാർക്ക്. ഇവിടെ നേരത്തെ സനൽജി പറഞ്ഞു 60-ൽ താഴെ 2 പേരാണ് വന്നതെന്ന്. 60-ൽ താഴെ 2 പേരേ ഉള്ളൂ. അവരും തീരെ മോശമല്ല. 55ആണ് ഏറ്റവും കുറഞ്ഞ മാർക്ക്. കഴിഞ്ഞ തവണ അതിലും കുറവ് മാർക്കുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗ്രൂപ്പുകളിൻ്റെ സമർപ്പണത്തിൽ 50-ൽ താഴെ ഉണ്ടായിരുന്നു. അത് ആണ് സനൽജി പറഞ്ഞത്. പക്ഷേ ഇത്തവണ ആരും അങ്ങനെ പരാജയപ്പെട്ടുവെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ മുൻപ് സമർപ്പിച്ച 1-2 ഗ്രൂപ്പുകൾ വളരെ മെച്ചമായിരുന്നു. അത്രത്തോളം നിലവാരത്തിലേക്ക് എത്തിയില്ല എന്നാണ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ വിലയിരുത്തൽ. എങ്കിലും റാങ്ക് നേടിയ എല്ലാ ജേതാക്കളെയും അഭിനന്ദിക്കുന്നു. ബാക്കിയുള്ളവരാരും മോശം, എല്ലാം 0.1, 0.2 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ്. രാവിലെ തന്നെ സനൽജി അത് ഇവിടെ സൂചിപ്പിച്ചതാണ്. വളരെ കടുത്ത മത്സരമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരാളും കൂടി ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ അത് ടാബ്ലേറ്റ് ചെയ്തപ്പോൾ വന്ന ഒരു എററായിരുന്നു. അത് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ഒരു സമയം വൈകിയത്. ഏതായാലും ഈ പരീക്ഷയിൽ പങ്കെടുത്ത് ഈ നാരായണീയം സമർപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളാരും ഈ ഗ്രന്ഥം വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ 5-10 പേരെ പഠിപ്പിക്കാനായിട്ട് കിട്ടുന്ന അവസരം ഉപയോഗിക്കണം. റാങ്ക് നേടിയ എല്ലാവരെയും ട്രെയിനിങ് ഗ്രൂപ്പിലേക്ക് ചേർത്തും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ടൊന്നും ഈ അവസരത്തിൽ സംസാരിക്കുവാനില്ല. അനുഗ്രഹ പ്രഭാഷണത്തിനായി നമ്മുടെ ഗുരുനാഥൻ ഹരിദാസ് ജിയെ സാദരം ക്ഷണിക്കുന്നു.
സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഗ്രൂപ്പിൽപ്പെട്ട ഭക്തജനങ്ങൾ കഴിഞ്ഞ 3-3.5 കൊല്ലമായിട്ട് ഇത് പഠിച്ച് ഇപ്പോൾ സമർപ്പണത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഹൃദയസ്ഥിതനായ പരമാത്മാവിനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ശ്രേഷ്ഠമായ മാർഗത്തിലേക്ക്, മനുഷ്യജന്മം ലഭിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഉള്ളിലുള്ള പരമാത്മാവിനെ പ്രാപിക്കാനുള്ള മാർഗമാണ്. ആ മാർഗമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതിൽ റാങ്ക് കിട്ടിയവർക്ക് പ്രത്യേക അഭിനന്ദനമുണ്ട്. റാങ്ക് കിട്ടാത്തവർ ഒന്നുകൊണ്ട് ദുഃഖിക്കാനും പാടില്ല. വീണ്ടും വീണ്ടും വായിച്ച് നന്നായിട്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ റാങ്ക് കിട്ടിയ ആൾക്കാർ ഇനിയിപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് വിളിക്കുന്നതായിരിക്കും. നല്ലവണ്ണം പഠിച്ച് സനൽകുമാർജി പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിപ്പിക്കണം. പഠിപ്പിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനുഷ്യജന്മം എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇതാണ് ഭാഗവതം പറയുന്നത്. ഭാഗവതമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. 12-ാം സ്കന്ധത്തിൽ അത് വ്യക്തമായി പറയുന്നു. ആശ്രയമാണ്. ആരാണ് ആശ്രയം? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പരമാത്മാവാണ്. ആ പരമാത്മാവിനെ ആശ്രയിക്കൂ. അതിന് നാം ചെയ്യേണ്ടത് എന്താണ്? വിഷയവാസനകൾ കഴിയുന്നത്ര ചുരുക്കുക. നമ്മളെല്ലാവരും വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ്. എത്രത്തോളം ആ വിഷയങ്ങളിലുള്ള വാസന ചുരുക്കി പരമാത്മാവിനെക്കുറിച്ചുള്ളതായ ചിന്തയിൽ മുഴുകുന്നുവോ, നാരായണീയത്തിലൂടെയോ ഭാഗവതത്തിലൂടെയോ ഉപനിഷത്തിലൂടെയോ രാമായണത്തിലൂടെയോ ഏതിലൂടെയായാലും വിരോധമില്ല. മനസ്സ് ഭഗവത് ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കണം. അതാണ് ആവശ്യം. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സനൽകുമാർജി സംഘം. ആ സനൽകുമാർജി, അദ്ദേഹത്തിൻ്റെ പത്നി ബിന്ദു, അദ്ദേഹത്തിൻ്റെ മകൻ ഹരികൃഷ്ണൻ, അവർ 3 പേരും തുടങ്ങി വെച്ചത് 2013 ഞങ്ങളിത് തുടങ്ങിയത്. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി എന്ന് പറഞ്ഞ് തുടങ്ങി. അതിനു മുമ്പ് സനൽകുമാർജി പറയുണ്ടായി, പല സ്ഥലത്തും ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലുമൊക്കെ ഈ തത്വത്തിനെ പ്രചരിപ്പിച്ചു. അതിനനേകം ഭക്തജനങ്ങൾ എൻ്റെ കൂടെയുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്? മനുഷ്യനെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. തെറ്റായ മാർഗത്തിലേക്ക് ആരും പോകരുത്. പക്ഷെ ഇന്ന് നാം കാണുന്നത് 99% പേരും തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ധൂമ്രപാനം, മദ്യപാനം മുതലായിക്ക് പോകുന്ന ആൾക്കാർ, അതിൽ നിന്ന് മെല്ലെ മെല്ലെ ഈശ്വര ചിന്ത ഉള്ളിൽ വന്ന് ക്ഷേത്രദർശനം മുതലായത് നടത്തുന്ന ആൾക്കാർ, അതിലും വെച്ച് കുറച്ച് നന്നായിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർ, അതിലും കുറച്ച് നന്നായിട്ട് ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർ. ഇതാണ് ഭഗവാൻ സൃഷ്ടിച്ച 4 വർണ്ണങ്ങൾ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണനാകാൻ ശ്രമിക്കണം നിങ്ങൾ എല്ലാവരും. ജന്മം കൊണ്ട് ബ്രാഹ്മണനല്ല, വിരോധമില്ല. ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് ഭാഗ്യം.
എപ്പോൾ നമ്മുടെ മനസ്സ് ഭഗവത് ചിന്ത കൊണ്ട് നിറയുന്നുവോ അപ്പം നമ്മൾ ബ്രാഹ്മണരായി. ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബ്രാഹ്മണനായി. ബ്രഹ്മജാനാതി ഇത് ബ്രാഹ്മണ എന്നാണ് ശബ്ദത്തിൻ്റെ ഉൽപ്പത്തി. ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മത്തെക്കുറിച്ച് സദാ ചിന്തിക്കുന്നവൻ, അതാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അവിടെ ബ്രഹ്മത്തിൻ്റെ അർത്ഥം വേദമാണ്. എപ്പോഴും വേദം പഠിക്കുന്നു. നമ്മൾ പഠിക്കുന്നതൊക്കെ വേദമാണ്. ഉപനിഷത്ത് മാത്രമല്ല വേദം, രാമായണവും ഭാഗവതവും ഒക്കെ വേദം തന്നെയാണ്. ആ വേദത്തിൽ ഉള്ളതായ ആശയങ്ങളെ തന്നെയാണ് രാമായണത്തിലും ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബ്രാഹ്മണനാവാൻ വേണ്ടി ശ്രമിക്കണം. അത് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ താഴെ ക്ഷത്രിയനാവാൻ, സമൂഹത്തിനെ സേവിക്കൂ. അതാണ് ക്ഷത്രിയന്മാർ. എത്രത്തോളം നമുക്ക് സാധിക്കുമോ ജനങ്ങളെ സഹായിക്കൂ. ധനം കൊണ്ട് സഹായിക്കാം, ജ്ഞാനം കൊണ്ട് സഹായിക്കാം, മറ്റു പല മാർഗങ്ങളെ കൊണ്ട് സഹായിക്കാം. അപ്പം ക്ഷത്രിയനാവുള്ളൂ. അതിന് താഴെയുള്ള വൈശ്യശൂദ്ര വെച്ചിരിക്കുന്ന രണ്ടുപേരും കുറച്ച് മോശമായിട്ടാണ്, അത്യന്തം രജസ്തമോ ഗുണികളായിട്ടാണ് അതിലേക്ക് കഴിയുന്നതെന്ന് നമ്മൾ പോകരുത്. രജസ്തമോ ഗുണികളായിട്ടുണ്ടെങ്കിൽ മനസ്സ് വിഷയങ്ങളുടെ പിന്നാലെ പോകും. വൈശ്യൻ്റെ കാര്യത്തിൽ അതാണ്. അവൻ കച്ചവടമാണ് ചെയ്യണത്. കച്ചവടം ആചാര്യന്മാർ പറയും കച്ചകവടമാണ്. അവന് പണം ഉണ്ടാക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എല്ലാ വൈശ്യന്മാരും അങ്ങനെ ആണെന്ന് അർത്ഥമില്ല. പണമുണ്ടാക്കുക എന്നുള്ളതായ ചിന്ത. അപ്പോൾ വൈശ്യശൂദ്ര ഭാഗങ്ങളിലേക്ക് പോകാതെ, അത് രണ്ടും രജസ്തമോ ഗുണങ്ങൾ ആധിക്യമുള്ളതാണ്. ക്ഷത്രിയ ബ്രാഹ്മണ ഭാഗത്തേക്ക് വരൂ. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ക്ഷത്രിയന്മാരായി. രാജാക്കന്മാരൊക്കെ ക്ഷത്രിയന്മാർ. അവർ പ്രജകളുടെ സന്തോഷത്തിന് വേണ്ടി, അവരെ അങ്ങേയറ്റം സുഖിപ്പിക്കാൻ വേണ്ടി ഉള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. അവരിൽ മോശപ്പെട്ട ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. ഏറ്റവും ശ്രേഷ്ഠൻ ബ്രാഹ്മണൻ തന്നെ. ഈ തത്വത്തിന്, ഏത് തത്വമാണത്? ആത്മതത്വം. ഞാൻ ഈ ശരീരമല്ല, ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ആത്മാവാണ്. ഈ തത്വം ഉറയ്ക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ജ്ഞാനം. ഇതിൻ്റെ അപ്പുറം വേറെ ഒരു ജ്ഞാനവും ഇല്ല. ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമായ ആത്മാവാണ്. അപ്നോതി സർവം ഇത് ആത്മാ എന്നാണ് ആ വാക്കിൻ്റെ വ്യുൽപ്പത്തി. എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നത്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത്. ആ ആത്മാവ് എവിടെ ഇരിക്കണു? നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണു. ആ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് ചിന്തിച്ച്, അതാദ്യം നമുക്ക് അത്ര വേഗത്തിൽ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്ര ദർശനം മുതലായത് വെച്ചിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ പോകുമ്പോഴെങ്കിലും ഭഗവത് ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. പിന്നെ നാമജപം മുതലായത്, എത്രത്തോളം നാമം നമുക്ക് ജപിക്കാമോ ആ നാമജപം കൊണ്ട് നമ്മുടെ അന്ധഃകരണത്തിലെ വിഷയവാസനകൾ കുറയുന്നു, മാലിന്യങ്ങൾ കുറയുന്നു, രാഗദ്വേഷങ്ങൾ കുറയുന്നു. അങ്ങനെ അന്ധഃകരണത്തിനെ പരിശുദ്ധമാക്കിയെടുക്കണം. പരിശുദ്ധമായ അന്ധഃകരണത്തിൽ മാത്രമേ ഈ പരമാത്മാവ് തെളിഞ്ഞു പ്രകാശിക്കൂ. എല്ലാവരുടെ ഉള്ളിലും പരമാത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കണു. പക്ഷെ ആ പ്രകാശം പുറത്തേക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? വിഷയവാസന അതിനെ മൂടി വച്ചിരിക്കുന്നു. ആ വിഷയവാസനകളെ മാറ്റാനുള്ള മാർഗമാണ് നാമജപം, ക്ഷേത്രദർശനം, സത്സംഗം. ഇപ്പോൾ നിങ്ങൾ ചെയ്ത പോലെയുള്ള ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് ആ വിഷയം നന്നായി പഠിക്കുക, പഠിപ്പിക്കുക. അതിലൂടെ നമ്മുടെ അന്ധഃകരണം പരിശുദ്ധമായി ഉള്ളിലുള്ള ആ പരമാത്മാവിനെ പ്രാപിക്കാൻ ഉള്ളതായ തടസ്സം മെല്ലെ മെല്ലെ മാറുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ
ഒരു ജന്മം കൊണ്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല, അനേകം ജന്മങ്ങൾ വേണ്ടി വരും. പക്ഷെ ഈ ജന്മത്തിൽ നാം എത്ര ശ്രമിച്ചുവോ ആ ശ്രമം നിഷ്ഫലമാവുന്നില്ല. അടുത്ത ജന്മത്തിൽ ആ ശ്രമത്തോടു കൂടിയാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നത്. സനൽകുമാർജി പറഞ്ഞ പോലെ ആ ഹൃദയസ്ഥിതനായിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെല്ലാം മാതാവ് ചെയ്യുന്നതെല്ലാം കേൾക്കുന്നു, പുറമേ നടക്കുന്നതെല്ലാം അറിയുന്നു. അങ്ങനെ അവൻ തുടക്കം മുതലേ ഈ മാർഗത്തിലേക്ക് വരുന്നു. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം. ആ പ്രയത്നം ഉള്ളിലുള്ള പരമാത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള പ്രയത്നം. അതുകൊണ്ട് മാത്രമാണ് ജീവിതം ധന്യമാകുന്നത് എന്ന് മനസ്സിലാക്കി എത്രത്തോളം ഇതിലേർപ്പെടാമോ. ഇപ്പോൾ ഇവിടെ ഭക്തജനങ്ങൾ പറഞ്ഞില്ലേ, അനേകം ക്ലാസ്സുകൾ എടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായ ഈ ആചാര്യന്മാരെല്ലാവരും എത്രമാത്രം ബുദ്ധിമുട്ടിയിരിക്കുന്നു. രാത്രിയിലാവാം, ചിലപ്പോൾ രാവിലെ ആവാം, അല്ലേ? നിസ്വാർത്ഥമായിട്ട് നിഷ്കാമമായിട്ട്. എൻ്റെ അടുത്തിരിക്കുന്ന പത്മജി മുതൽ ആദ്യം മുതൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന അമ്മയാണ്. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഈ മാർഗത്തിലേക്ക് വരിക്കുന്നത്. വളരെ നിസ്വാർത്ഥമായിട്ട് നിഷ്കാമമായിട്ടാണ് നിങ്ങളെല്ലാവരെയും പഠിപ്പിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ആചാര്യന്മാരാകുന്ന ആ സമയത്ത് അതുപോലെ തന്നെ ആയിരിക്കണം, ഒരാഗ്രഹവും ഇല്ലാതെ കണ്ട്. ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, നിസ്വാർത്ഥമായിട്ടും നിഷ്കാർമ്മമായിട്ടും. അതിനാണ് യജ്ഞം എന്ന് പറയുന്നത്. യജ്ഞരൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ അന്ധകരണത്തിൻ്റെ മാലിന്യത്തിന്, അന്ധകരണത്തിന് എപ്പോഴും മാലിന്യങ്ങളാണ് രാഗദ്വേഷങ്ങൾ. എനിക്കിഷ്ടമുള്ള ആൾക്കാരോട് രാഗം, എനിക്കിഷ്ടമല്ലാത്ത ആൾക്കാരോട് ദ്വേഷം, രാഗദ്വേഷം. ഒരിക്കലും പാടില്ല ഇത്. രാഗദ്വേഷങ്ങളെ ആദ്യം കളയൂ. ഏത് കാലം വരെ രാഗദ്വേഷങ്ങളുണ്ടോ ആ കാലം വരെ നാം ചെയ്യുന്നതായ കർമ്മത്തിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവില്ല. ആചാര്യന്മാർ പറയും, വെള്ളം പിടിക്കാൻ കുടം വെച്ചിരിക്കണോ, കുടം കമഴ്ത്തി വെച്ചിരിക്കണോ, വെള്ളം കിട്ടുമോ? അതുപോലെ ആവരുത്. അന്ധകരണം പരിശുദ്ധമാവട്ടെ, രാഗദ്വേഷങ്ങൾ ഇല്ലാതിരിക്കട്ടെ. ഭഗവാൻ ഭഗവത്ഗീതയുടെ ആദ്യത്തിൽ തന്നെ അത് പറഞ്ഞിരിക്കുകയാണ്. രാഗദ്വേഷങ്ങളില്ലാതെ നിങ്ങൾ ജീവിക്കൂ, ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കൂ. വിഹായ കാമാൻ യസ് സർവാൻ പുമാൻ ശരതി നിസ്പൃഹ. ഒരാഗ്രഹവുമില്ലാതെ ജീവിക്കൂ. ഒരേ ഒരാഗ്രഹം, സമൂഹത്തിനെ എൻ്റെ ശക്തിക്കനുസരിച്ച് ഞാൻ നന്നാക്കാൻ ശ്രമിക്കും. ഓരോരുത്തരുടെ ശക്തിയും വ്യത്യസ്തമാണ്. ചിലവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവാം, ചിലവർക്ക് ശരീരശക്തി ഉണ്ടാവാം, ചിലവർക്ക് ധനശക്തി ഉണ്ടാവാം. ഏത് ശക്തിയായാലും വിരോധമില്ല. ആ ശക്തി കൊണ്ട് നിസ്വാർത്ഥമായി നിഷ്കാമമായി നമ്മൾ സമൂഹത്തിനെ സേവിക്കണം. അതാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാനാണ് ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ള നമ്മുടെ ആ അഹന്ത മെല്ലെ മെല്ലെ പോവും. ആ അഹന്ത മൂലമാണ് നേടിയതെല്ലാം എൻ്റെയാണ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ അഹന്തയും മമതയും മെല്ലെ മെല്ലെ മാറും. എപ്പോൾ രാഗദ്വേഷങ്ങളും അഹന്തയും മമതയും മാറുന്നുവോ നമ്മൾക്ക് ശാന്തിയാണ്. ശാന്തിയാണ് ബ്രഹ്മം, ആ ബ്രഹ്മപ്രാപ്തി. അതിലേക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അപ്പോൾ ഏതു മാർഗമാണ് ഇതാവേണ്ടത്? 18,000 ശ്ലോകങ്ങളുള്ള ഭാഗത്തിൽ വേദവ്യാസ ഭഗവാൻ അനേകം മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, അനേകം യോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എല്ലാം ഒന്നും വേണമെന്നില്ല, എല്ലാം ചെയ്താലും വിരോധമില്ല, എല്ലാം വേണമെന്നില്ല. ഭക്തിയാണ് ശ്രേഷ്ഠം എന്ന് വ്യാസഭഗവാൻ മാത്രമല്ല, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗവത്തിലെ 12 സ്കന്ധത്തിനെ കാച്ചിക്കുറുക്കി അദ്ദേഹം നമുക്ക് ആ ഭക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണത്. 2-ാം ദശകത്തിൽ 10-ാമത്തെ ശ്ലോകം. ത്വൽഭക്തിസ്തു കഥാരസാമൃതജരീ
നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. ഹേ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ഭക്തി എങ്ങനെയാണ് ഭക്തി നേടുക? ഭഗവത് കഥകൾ കേൾക്കുക. ആ കഥകളെല്ലാം ഇപ്പം നിങ്ങൾ പഠിച്ചു. പഠിപ്പിച്ചുകൊണ്ടേയിരിക്കൂ, പഠിച്ചുകൊണ്ടേയിരിക്കൂ, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കൂ. അങ്ങനെ ഈ അന്ധകരണത്തിനെ പരിശുദ്ധമാക്കി. എപ്പോൾ ഈ ഭക്തി മെല്ലെ 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 വർദ്ധിക്കണോ, വിമലപ്രബോധ പദവിയും അക്ലേശതസ്തന്വതി, ജ്ഞാനം ഉദിക്കുന്നു. ജ്ഞാനം എവിടുന്നെങ്കിലും ഉദിച്ചതാണോ? അല്ല, ജ്ഞാനം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജ്ഞാനസ്വരൂപന്മാരാണ് നമ്മളെല്ലാവരും. അഹം ബ്രഹ്മാസ്മി എന്ന് ഉപനിഷത്ത് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളെല്ലാവരും ജ്ഞാനസ്വരൂപന്മാരാണ്. പക്ഷേ നമ്മളുടെ ഈ വാസനകളും രാഗദ്വേഷങ്ങളും അഹന്തയും മമതയൊക്കെ അതിനെ മൂടി വയ്ക്കുകയാണ്. മെല്ലെ 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 ഓരോന്ന് മാറ്റൂ. ഭക്തി വർദ്ധിക്കൂ, വർദ്ധിപ്പിക്കാൻ ശ്രമിക്കൂ. ആ ജ്ഞാനം മെല്ലെ മെല്ലെ തെളിഞ്ഞ് പ്രകാശിക്കാൻ തുടങ്ങും. സദ്യസിദ്ധികരീ ജയതി. ജ്ഞാനം പ്രകാശിക്കുന്നതിൻ്റെ ലക്ഷണമാണ് മോക്ഷം. അതാണ് മോക്ഷം. ആ അവസ്ഥ എല്ലാ ഭക്തജനങ്ങൾക്കും, ഈ മാർഗത്തിലേക്ക് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നേടാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധത്തിലുള്ളതായ സുഖസൗകര്യങ്ങളും ആ ഭഗവാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ഗുരുവായൂരപ്പനോട് ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പ്രൊഫസർ പത്മകുമാരി ടീച്ചർ നമ്മോട് സംസാരിക്കുന്നു. ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ബഹുമാന്യനും ആയ ആചാര്യവര്യൻ ബ്രഹ്മശ്രീ ഹരിദാസ്ജിയെ വണങ്ങുന്നു. അതോടൊപ്പം മുന്നിലിരിക്കുന്ന എല്ലാവർക്കും, വേദിയിലും മുന്നിലും ഇരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം ഇവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്പരിട്ട് നമ്മുടെ ആചാര്യൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് പറയാനാണ്? അപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നത്, ഇത്രയും പേരെ ഒരുമിച്ച് കാണുമ്പോൾ സത്സംഗം എന്നുള്ള ആ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. സത്സംഗത്തെ നിസ്സംഗത്വം, അല്ലേ? നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അത് വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ നമ്മൾ സ്വന്തമാക്കണം. ആ സ്വന്തമാക്കി കഴിയുമ്പോൾ അതിൽ 100% നമുക്ക് ഇൻവോൾവ്മെൻറ്റ് വരും. അതിൽ നമ്മൾ പ്രവേശിക്കും. അതിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. സത്സംഗമൊന്നേ ജന്മസാഫല്യമോർക്ക നീ എന്നാണ് പറയുന്നത് രാമായണത്തിലും. ഒന്നേ ഉള്ളൂ ഇവിടെ, വേറൊന്നുമില്ല. സത്സംഗം. ആ വീടിനകത്തായാലും പുറത്തായാലും ഇതുപോലുള്ള സദസ്സുകളിലായാലും അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ആ ഉദാഹരണം മറന്നിട്ട് അതിലെ ആ തത്വം മാത്രം ഗ്രഹിച്ചെടുക്കണം. എനിക്ക് മാത്രം സമ്മതിച്ചാൽ ഞാൻ പറയാം, സമ്മതിച്ചെങ്കിൽ മാത്രം.
അതായത് ചൈതന്യ മഹാപ്രഭു രാധേശ്യാം രാധേശ്യാം എന്ന് പാടിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി ആളുകളെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു പരമഭക്തൻ, സർവോപരി ജ്ഞാനി, ബ്രഹ്മം തന്നെ ആയി പരിണമിച്ചിട്ടുള്ള ഒരു മഹാത്മാവ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹം രാധേശ്യാം 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 പാടിക്കൊണ്ടിങ്ങനെ തെരുവിലൂടെ ഓടി നടക്കും. അങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം ഓടി ഓടി കടലിൽ വീണുപോയി. അറിഞ്ഞില്ല കടലാണ് വെള്ളമാണെന്നൊന്നും അറിഞ്ഞില്ല. വെള്ളത്തിൽ ചെന്നങ്ങനെ ഗ്ലും എന്ന് പറഞ്ഞങ്ങ് വീണ് കഴിഞ്ഞിട്ടും അറിയണില്ല. അപ്പോഴാണ് അവിടെ മത്സ്യബന്ധനത്തിന് പോയൊരു മുക്കുവൻ അദ്ദേഹത്തെ കണ്ടത്. ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ ആ മുക്കുവൻ അദ്ദേഹത്തെ പൊക്കിയെടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ആ മുക്കുവനും അദ്ദേഹത്തോടൊപ്പം രാധേശ്യാം 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 പാടിക്കൊണ്ട് പിന്നാലെ ഓടി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കുറേ ദിവസങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മുന്നിലെ ചൈതന്യ മഹാപ്രഭുവും പിന്നാലെ ഈ മുക്കുവനും കൂടെ ഓട്ടമാണ്. എന്തിനാണ് ഓടുന്നത്? രാധേശ്യാം രാധേശ്യാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായത് ഇദ്ദേഹം പണിക്കൊന്നും പോകുന്നില്ല, രാധേശ്യാം പാടിക്കൊണ്ട് നടക്കുകയാണ്. വല്ലാത്ത വിഷമം തോന്നി. കുഞ്ഞുങ്ങളെ വളർത്തണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം, ഗൃഹനാഥ് ഇങ്ങനെ രാധേശ്യാം പറഞ്ഞ് എന്താ കിട്ടുന്നത്? വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി. അങ്ങനെ നേരെ തന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതമാർഗം മുട്ടിച്ചത് അങ്ങാണ്. അങ്ങയെ തൊട്ടപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു മാറ്റം വന്നത്. ഞങ്ങളെ ആരെയും ശ്രദ്ധിക്കണില്ല, ഫുൾ ടൈം രാധേശ്യാം പാടിക്കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഇദ്ദേഹത്തെ പഴയ രീതിയിലൊന്ന് ആക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം രാധേശ്യാം പാടുന്നതെന്നും എനിക്കറിയില്ല. എന്നെ ഒന്ന് പിടിച്ചു കരയ്ക്ക് കയറ്റി, അത്രയും മാത്രമേ എനിക്ക് അറിയാവുള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ല. എന്താണാവോ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നത്? അതൊന്നും എനിക്കറിയണ്ട. എൻ്റെ ഭർത്താവിനെ പഴയ പോലെ ഇങ്ങ് തിരിച്ചു തരണം, ഒരു ഗൃഹസ്ഥനാക്കണം, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം അടച്ചു കളഞ്ഞത് അങ്ങ് മാത്രമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം വല്ലാതെ കുഴഞ്ഞു. ഒടുവിൽ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഈ തെരുവിലുള്ള ഏറ്റവും വലിയ ധനാഢ്യൻ്റെ വീട്ടിൽ പോയി ആർക്കും ഒന്നും കൊടുക്കാത്തതും അതേസമയം തന്നെ ഈശ്വരൻ ഞാനാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഗൃഹസ്ഥനെ സമീപിച്ചിട്ട് അവിടുന്ന് ഒരല്പം ധാന്യം ഭിക്ഷയായിട്ട് ചോദിച്ച് മേടിക്കുമെന്ന്. ആരോടാ പറഞ്ഞത്? ഈ മുക്കുവസ്ത്രീയോടാണ് പറഞ്ഞത്. എന്നിട്ട് അത് പ്രിപ്പയർ ചെയ്ത് അത് ആഹാരമാക്കി ഇദ്ദേഹത്തിന് കൊടുക്കും. ആ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ മാറ്റം വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരതുപോലെ വളരെ പ്രയാസപ്പെട്ടു. ചെന്ന് അങ്ങനെ ഭിക്ഷ മേടിച്ചു, ആഹാരം ഉണ്ടാക്കി, ആ ധാന്യം വേവിച്ച് ഇദ്ദേഹത്തിന് കൊടുത്തു, ആഹാരമായിട്ട് കൊടുത്തു കഴിഞ്ഞ് സ്വല്പം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പഴയ ആളായിട്ടങ്ങ് മാറി. അപ്പോൾ ഇൻ ബിറ്റ്വീനുള്ള അത്രയും സമയം എപ്പോഴാണോ ഭക്ത ശിരോമണിയായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിനെ ഒന്ന് തൊട്ടത്, എന്തിനാ തൊട്ടത്? രക്ഷിക്കാനാണ് അല്ലേ? വെള്ളത്തിൽ വീണുപോയി പൊക്കിയെടുത്തതാണ്, അറിഞ്ഞില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പം അങ്ങനെ പൊക്കിയെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ടച്ച്, സ്പർശദീക്ഷ, അതൊക്കെ അറിയാതെയാണ് ചിലപ്പോൾ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ആ സ്പർശദീക്ഷ കൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു മാറ്റം സെക്കൻഡ് കൊണ്ട്, നിമിഷങ്ങൾക്ക് കൊണ്ട് വന്നുപോയി. ഇതുവരെ ആ മുക്കുവൻ രാധേശ്യാമൊന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നിട്ടും അത് പറഞ്ഞ് പാടി നടന്നു. അപ്പം നോക്കൂ, സത്സംഗത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അപാരമായ മാറ്റമാണ്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ പറയും, വേറെ പണിയൊന്നുമില്ലേ, സമയമൊന്നും ആയിട്ടില്ല, ഇപ്പോൾ 80 വയസ്സല്ലേ ആയുള്ളൂ, 90 ആവട്ടെ എന്നായിരിക്കും പറയുന്നത്. കാരണം ഒന്നും ആയിട്ടില്ല, അതൊന്നും ചിന്തിക്കേണ്ട സമയം ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ധനാഢ്യനായിട്ടുള്ള ഒരാളിൻ്റെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ ആചാര്യനെ ഇപ്പം അനുസ്മരിച്ച പോലെ ആ പണം സമ്പാദിക്കുന്നതിലും വൈശ്യൻ്റെ പണിയാണ്. എല്ലാം ഇങ്ങനെ കൈയടക്കി വയ്ക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ സ്പർശ ദീക്ഷ എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ സ്പർശം, വേറെ സ്പർശം, അവിടെ ദീക്ഷയില്ല. സ്പർശം കൊണ്ട് നമ്മെപ്പോലുള്ളവർക്ക്, അല്ല സാധാരണ ഒരാളിന് തന്നെ വല്ലാത്ത മാറ്റം വരും. വിഷയങ്ങളിലേക്ക് പോകണമെന്നുള്ളവർ അങ്ങനെയുള്ള ഗൃഹസ്ഥാശ്രമികളുമായിട്ട് കൂട്ടുകൂടാം.
അതെല്ലാം ഇങ്ങനെ വേണമെന്ന് താല്പര്യമുള്ളവർ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ആചാര്യവര്യനായ ഹരിദാസ്ജി തുടങ്ങി വെച്ച മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാം. ഡിസിഷൻ ഈസ് യുവേഴ്സ്, നിങ്ങളുടെയാണ് തീരുമാനം. നമുക്ക് മുക്കുവൻ്റെ ഭാര്യ പറഞ്ഞ പോലെ ഒരു ഗൃഹത്തിൽ ഒതുങ്ങി ആഹാരം ഉണ്ടാക്കിയും കഴിച്ചും അല്ലേ, തിന്നും കുടിച്ചും എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? അതിൻ്റെ കൂടെ നമ്മൾ ആരും അറിയാതെ ഒരു ഫ്രീ കൂപ്പൺ കൂടെ പ്രകൃതി നമുക്ക് തരുന്നുണ്ട്. പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ശക്തി തന്നെയാണ്. പക്ഷെ ഭഗവാനിൽ നിന്ന് വേർതിരിഞ്ഞ് വരുമ്പോൾ അത് കാണിക്കാത്ത കുസൃതികളൊന്നുമില്ല. നമുക്ക് ഒട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കൊണ്ട് തരുന്നത്. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്താലും സർവാരംഭാഹി ദോഷേണ ധൂമേൻ അഗ്നിരാവൃത എന്നാണ്. എല്ലാ കർമ്മങ്ങളും നിർത്താം. എല്ലാ കർമ്മങ്ങളും അഗ്നിക്ക് പുകയുന്ന പോലെ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കും. സങ്കടപ്പെടാനല്ല പറയുന്നത്, സമാധാനിക്കാനാണ് പറയുന്നത്. എന്നാൽ പിന്നെ കർമ്മവും ചെയ്യേണ്ട, ഇവിടെ ഇപ്പോൾ കേട്ട നാരായണീയവും അടച്ചു വയ്ക്കാം എന്ന് തോന്നരുത്. ഈ നാരായണീയവും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെയാണ് നമുക്ക് മുമ്പിൽ ടോർച്ച് പോലെ പ്രകാശം തന്ന് അയിരിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉദാഹരണം പറഞ്ഞതിൽ 2 വഴിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, പ്രിയപ്പെട്ട വസ്തുക്കളെ വാരിക്കൂട്ടി അവസാനം അതിൽ നിന്ന് ദുഃഖം മാത്രം ഒരു ഫ്രീ കൂപ്പണായിട്ട് അതിൻ്റെ കൂടെ ഉണ്ട്. മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫ്രീ കൂപ്പൺ കണ്ടെന്നിരിക്കും അല്ലേ, അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാണും. അതുപോലെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കർമ്മങ്ങളുടെ കൂടെ ഒരു ദുഃഖത്തിൻ്റെ ഫ്രീ കൂപ്പണുണ്ട്. അതിനെ നേരിടണമെങ്കിൽ നമുക്ക് സത്സംഗം തന്നെ വേണം, വേറെ ഒന്നുകൊണ്ടും രക്ഷയില്ല. അത് വീടിനകത്താകാം, പുറത്താകാം, ഓൺലൈനിലാകാം, ഓഫ്ലൈനിലാകാം, എങ്ങനെ വേണമെങ്കിലും നമുക്കതിൽ പിടികിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ പലരും പറയും നാരായണീയം 20 വർഷം കൊണ്ട് പാരായണം ചെയ്യുന്നു, പക്ഷേ എൻ്റെ ദുഃഖത്തിന് യാതൊരു കുഴപ്പവുമില്ല. നാരായണീയത്തിൻ്റെ കുഴപ്പമാണ്. ആരുടെ കുഴപ്പം? അത് വേണ്ട രീതിയിൽ അതിലെ തത്വങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്, വിഷമങ്ങളാണ്. ചുമ്മാതെങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അതിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ആചാര്യൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് 3-ാമത്തെ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ലാസ്റ്റ് സമധിഗത സർവാഭിലഷിതാൻ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ധന്യൻ ഞാനാണ്. ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം എന്നാണ്. 3 പ്രാവശ്യം ഞാൻ ധന്യനാണ് അല്ലെങ്കിൽ ധന്യയാണ് എന്ന് പറയണമെങ്കിൽ ആ 3-ാം ദശകത്തിലെ 1-ാം ശ്ലോകമാണ്. ഇനി എന്ത് വേണം? ഒന്നും വേണ്ട, എല്ലാം ആയിക്കഴിഞ്ഞു. കാരണം ഈ വഴി വന്നല്ലോ. ഇതാണ് ശ്രേയോ മാർഗം എന്ന് പറയുന്നത്. ഇതിന് പുറത്തുള്ളവർ ഏത് മാർഗത്തിലാണ്? പ്രേയോ മാർഗത്തിലാണ്. പ്രിയപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുന്നു. നമ്മൾ പ്രിയമൊക്കെ കഴിഞ്ഞ് ഏറ്റവും ഉയരങ്ങളിലേക്ക് ഓരോ സ്റ്റെപ്പിലും കയറി മുകളിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹൃദയം വളരെയധികം വിശാലമായി മാറും. അപ്പോൾ ഈ സംഘമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. സത്സംഗം തന്നെ വേണം, വെറും സംഘം വേണ്ട എന്നുള്ളതാണ്. ആ സംഘം ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ സത്സംഗത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു സത്സംഗത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ നമ്മുടെ സനൽജിയും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാത്തിനും ഏറ്റവും ഉയരത്തിലിരുന്ന് കൈലാസനാഥനായിട്ട്, വിഷ്ണു ഭഗവാനായിട്ട്, ദേവി ചൈതന്യമായിട്ട്, പരബ്രഹ്മസ്വരൂപനായിട്ട് നമ്മുടെ ഗുരുനാഥൻ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമല്ലത്. സാധാരണ ഒരു ഗുരുനാഥൻ അടുത്തിരുന്നുകൊണ്ട് പ്രശംസിച്ചാൽ എനിക്ക് മഹാപാപം കിട്ടും. പക്ഷേ എങ്കിലും ഞാൻ പ്രശംസിക്കുകയല്ല, സത്യം പറയുകയാണ്. സത്യം എവിടെ ഇരുന്നും സത്യം വദ എന്നുള്ളതാണ്. അതെവിടെ ഇരുന്നും ധൈര്യമായിട്ട് പറയണം. പരിചയപ്പെട്ട ഏതാണ്ട് 28 വർഷത്തോളം അല്ലേ, ഏതാണ്ട് 10-28 വർഷമായി. ഇത്രയും വർഷങ്ങളിലും വളരെ അടുത്ത് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതുപോലെ വേറെ ആളിനെ നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധ്യമല്ല, ഉറപ്പാണ്.
അത് സധൈര്യം എവിടെയും പറയാം. കാരണം ഈ പറയുന്ന ഓരോ വാക്കും, ഇപ്പം ഞാൻ പറയുന്ന കാര്യം എല്ലാം ചിലപ്പോൾ ഞാൻ പാലിച്ചില്ലായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏത് കാര്യവും പറയുന്നുണ്ടെങ്കിൽ അത് 100% ജീവിതത്തിൽ ഉറപ്പിച്ചിട്ട് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒരാളിൽ നിന്ന് ഇത് നമുക്കൊക്കെ പകർന്നു കിട്ടുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു ജനാവലി തടിച്ചു കൂടുന്നത്. അനുസരിക്കുന്ന ആളിനെ, അല്ലെങ്കിൽ ഈ വഴി മുമ്പോട്ട് തെറ്റില്ലാതെ പോകുന്ന ആളിനെ അനുസരിപ്പിക്കാൻ പറ്റൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അല്ലാതെ കുറച്ചിതിലൊക്കെ ഓടി നടന്നിട്ട് നിങ്ങൾ നാരായണീയം വായിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ആചാര്യന്മാരാകൂ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഇതിനകത്തോട്ട് കടന്നു വരില്ല, ഉറപ്പാണ്. അപ്പം എല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അക്ഷരം പ്രതി സർവാത്മന സമർപ്പണം ചെയ്ത ഒരു മഹാത്മാവിനെയാണ് നമുക്കെല്ലാവർക്കും ഒരേപോലെ ഗുരുനാഥനായിട്ട് കിട്ടിയിട്ടുള്ളത്. അടുത്തറിഞ്ഞുള്ള പരിചയം കൊണ്ട് മാത്രം പറയുകയാണ്. വേറെ ആരെങ്കിലും ഒരാൾ നിങ്ങൾ എവിടുന്നെങ്കിലും തപ്പിക്കൊണ്ടെന്ന് വന്നാൽ നമുക്കൊന്ന് നോക്കാം ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയെന്ന്. പാർഷ്യാലിറ്റി ആണെന്നൊക്കെ ചിലപ്പോൾ ഇവിടെ ഒരാളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. കാരണം അത്രയ്ക്ക് മാത്രം അറിഞ്ഞതുകൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും അടുത്ത് നിന്ന് വീക്ഷിച്ചതുകൊണ്ടും മാത്രം പറയുകയാണ്. അതുകൊണ്ടും കൂടിയാണ് നമ്മുടെ സനൽജി സാരഥിയായിട്ട് വന്നതും ദ ബെസ്റ്റ് ഓർഗനൈസർ എന്ന് നമുക്ക് ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് സംഘടിപ്പിക്കുന്നത് നമുക്ക് അറിയില്ല. എല്ലാ കാര്യങ്ങളും മിനിറ്റിന് കൊണ്ട് തയ്യാറാക്കി റെഡിയാക്കി തരുന്നു. അപ്പോൾ ചേരുമ്പടി ചേർന്നത് കൊണ്ടാണ് നമ്മളിന്നിവിടെ ഇരിക്കുന്നത്. എല്ലാം ഡയറക്റ്റ് ചെയ്യാനും അനുഗ്രഹിക്കാനും ഒരു വശത്ത്, മറുഭാഗത്ത് ഓടി നടന്ന് സംഘടിപ്പിക്കാനുള്ള സാമർഥ്യം മറുഭാഗത്ത്. എത്ര യോഗേശ്വര കൃഷ്ണ, എത്ര പാർത്ഥോ ധനുർധരഃ, തത്ര ശ്രീർവിജയോ ഭൂതി ധ്രുവാനേതർ മതിർമമ എന്നാണ്. ഏറ്റവും വലിയൊരു അഫർമേഷനാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ട്രൂത്ത് എന്ന് പറയും. സത്യത്തിൻ്റെ ഉറക്കെയുള്ളൊരു പ്രഖ്യാപനം. അത് നമുക്ക് ഭഗവത്ഗീതയിലും നാരായണത്തിലും ഒക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് സത്സംഗം വിട്ട് കളയരുതേ, പോകല്ലേ പോകല്ലേ. ആ പാട്ടുണ്ടല്ലോ മധുരയ്ക്ക് അല്ലേ എന്ന് പറയുന്ന പോലെ നമുക്കും പാടാം. പോകല്ലേ പോകല്ലേ സത്സംഗം വിട്ട്. മറ്റൊരു സ്ഥലത്തേക്കും പോകാൻ പാടില്ല. നമുക്ക് ഒരു പോൾ സ്റ്റാർ പോലെ, ഒരു ധ്രുവ നക്ഷത്രം പോലെ സത്സംഗം എന്ന ആ ഒരു ശക്തി മുമ്പോട്ട് നയിക്കട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും ഗുരു കടാക്ഷവും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. രാജം നാരായണമ്മ കഴിഞ്ഞു. നമ്മുടെ ആചാര്യമാരില്ലേ അടുത്ത് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടൊന്നും പറയുന്നില്ല. ഹരിയോ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഗുരുനാഥന്, ഹിൻസൻ്റെ പ്രവർത്തകർ, അതിലൊക്കെ ഉപരി 3.5 വർഷമായിട്ട് ഇതൊരു സബരിയായിട്ടെടുത്ത് ഇതൊരു സമർപ്പണത്തിനായിട്ട് എത്തിയിട്ടുള്ള പഠിതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രണാമം. അവർ പ്രണാമ അർഹരായതുകൊണ്ടാണ് പ്രണമിക്കുന്നത്. ഒരു സബരിയ അവർ പൂർത്തിയാക്കിയോ എന്ന് ചോദിച്ചാൽ പൂർത്തിയാക്കി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സബരിയ തുടങ്ങിയെന്ന് പറയേണ്ടി വരും. അങ്ങനെ വിചാരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാൻ പഠിച്ചതേ ഉള്ളൂ, ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല. ഇപ്പോൾ ചൊല്ലിയവർക്കൊക്കെ ഇതെൻ്റേതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ആയിട്ടില്ല. ആർക്കും അവരുടേത് ആയിട്ടില്ല. എപ്പോഴാണ് ഇതാവുന്നത് എന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രവർത്തികളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് നമ്മുടേതാവുന്നത്. നമ്മുടെ പ്രവൃത്തികളിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങണമെങ്കിലോ ഇത് നമ്മുടെ ഭാഗമാവണം, അല്ലേ? പശു പുല്ല് തിന്നുന്നത് കണ്ടിട്ടില്ലേ? പശു കുറേ വെട്ടി അങ്ങോട്ട് തിന്നും. എന്നിട്ട് എന്തു ചെയ്യും? അതിനെ വീണ്ടും എടുത്തിട്ട് ചവച്ച് അരച്ച് തൻ്റെതാക്കും. അപ്പോഴാണത് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോഴാണത് പാലക്കയായിട്ട് നമുക്ക് ഒഴുത്ത്. നമ്മളിലൂടെ ഇത് പാലക്കയായിട്ട് ലോകത്തിന് ചെല്ലേണ്ടതാണ്, ലോകത്തിലേക്ക് കിട്ടേണ്ടതാണ്. എല്ലാവരും ഇപ്പോൾ
ഉറക്കെ പറഞ്ഞു 10 പേർക്കെങ്കിലും ഇത് ഞാൻ കൊടുക്കുമെന്ന്. എങ്ങനെ കൊടുക്കും? ഇത് എൻ്റേതാക്കിയാലേ കൊടുക്കാൻ പറ്റൂ. ഇപ്പം നമ്മൾ കൊടുക്കാൻ പാകത്തിൽ ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ തുടർ പഠനത്തിലൂടെ, തുടർ പഠനത്തിൽ വെച്ചല്ല, ഇത് കാണാതെ പഠിക്കലൊന്നുമല്ല, ഇത് എൻ്റേതാക്കുക, എന്നിലത് പ്രവർത്തിക്കാൻ തുടങ്ങുക. കഴിഞ്ഞാൽ എനിക്ക് ആർക്ക് വേണമെങ്കിലും അത് കൊടുക്കാൻ പറ്റും. പിന്നെ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുകയും കുറേ ഓൺലൈൻ ഗ്രൂപ്പുകളിൽ ഞാൻ പങ്കെടുത്തിരുന്ന 2 ഗ്രൂപ്പുകളുടെ സമർപ്പണം കഴിഞ്ഞു. അത് ഞാൻ തന്നെയാണ് ആചാര്യരായിട്ടിരുന്ന അത്രയും ആളുകൾ പഠിച്ച് സമർപ്പിക്കുന്നത് കണ്ടു. ഇന്ന് പുതിയൊരു ബാച്ച് സമർപ്പിക്കുന്നതും കണ്ടു. എല്ലാ ഗ്രൂപ്പിലും നല്ലത്, ഇപ്പോൾ റോസ പൂ നല്ലതാണ്, പക്ഷെ അതിനകത്ത് മുള്ളുണ്ട് അല്ലേ? മുള്ളില്ലാത്ത റോസ കിട്ടുമോ? ഇല്ല, മുള്ളുള്ള റോസയെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് എടുത്താൽ അതിനകത്തൊക്കെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം, സനൽജി പറഞ്ഞ പോലെ ആചാരെടുക്കേണ്ടി വരും, പുറത്താക്കേണ്ടി വരും. പുറത്താക്കപ്പെടാതെ ആയാലും ധാർഷ്ട്യത്തോടു കൂടി അതിനെ കാണുന്നവർ ചിലരുണ്ടാവും. അങ്ങനെ ചിലരെ ആളുടെയൊക്കെ പ്രകടനങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ധാർഷ്ട്യത്തെ വെച്ചാൽ ഇന്നിപ്പോൾ ചൊല്ലിയതിൽ വിജയകുമാർജി ഒരു അഭിപ്രായം പറഞ്ഞു, പണ്ട് ഇത് നടന്നിട്ടുള്ള പലതിനോടും അത്ര ഗംഭീരമായോ എന്ന് സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന ഗ്രൂപ്പിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ചില ആളുകൾ വളരെ ഭംഗിയായിട്ടത് ചൊല്ലും, അത് നല്ല ശബ്ദം മാധുര്യമൊക്കെ ഉണ്ടാവും, നല്ല ഈണമൊക്കെ ഉണ്ടാവും, രാഗമൊക്കെ ഉണ്ടാവും, സംഗീതമൊക്കെ അറിയുന്നവരായിരിക്കും. അവരുടെ കഴിവുകളെയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ വളരെ മനോഹരമായിട്ട് ചൊല്ലുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഈണത്തിലും ആ പദങ്ങളൊക്കെ അതിൻ്റെ അർത്ഥവ്യാപ്തി കിട്ടുന്നത് പോലെ വേണ്ട തരത്ത് പിരിച്ചുമൊക്കെ ചൊല്ലാൻ ശ്രദ്ധിക്കുന്നതാണ് ശ്രേഷ്ഠമായ ചൊല്ലൽ. നമ്മുടെ ശബ്ദമാതിരി കൊണ്ട് ഇതിനെ സംഗീതാത്മകമായിട്ട് ചൊല്ലുന്നതും ഒന്നുമല്ല. അപ്പം അങ്ങനെ ചൊല്ലുമ്പോഴേ ഈ അർത്ഥമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോവുള്ളൂ. അങ്ങനെ ചൊല്ലിയിട്ടുള്ള കുറച്ച് പേരെങ്കിലും എൻ്റെ ഗ്രൂപ്പിൽ, ഞാൻ എടുത്തിരുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ആദ്യമേ പറയുമായിരുന്നു, നിങ്ങൾ എങ്ങനെയല്ല ചൊല്ലേണ്ടത്, നമ്മുടെ ഒരു രീതിയിൽ പഠിക്കുന്നുണ്ട്, അതനുസരിച്ച് തന്നെ ചൊല്ലണമെന്ന് പറയും. അപ്പോൾ പല ആളുകളും അത് മാറിയിട്ടുണ്ടാവും, പക്ഷേ മാറാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. ഇവിടെയും ഞാൻ ചില ആളുകളെയെങ്കിലും അങ്ങനെയുള്ളവരെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, അവർക്കത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. ചൊല്ലുന്നതൊക്കെ കേൾക്കാൻ ഭംഗിയുണ്ടാവും. പിന്നെ ഈ റാങ്ക് കിട്ടിയവരെയൊക്കെ നിങ്ങൾ അവരെയൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ കണ്ടു. എന്താണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് കണ്ടില്ലേ? അവർ ഓൺലൈനിൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവിടെ നേരിട്ട് ഇതിലേക്ക് സംവദിക്കാനുള്ള സാഹചര്യം കിട്ടുന്നത് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഓരത്തെ എനിക്ക് ഇവരെ ആരെയും അറിയില്ല, ഈ ഗ്രൂപ്പ് ഞാൻ ഇവിടെ ഇന്നാണ് ഇവരെയൊക്കെ കാണുന്നത്. പക്ഷേ ഈ പോയിട്ടുള്ളവരൊക്കെ പരിചയപ്പെടുത്തത്, ഈ മാർക്ക് കിട്ടിയ ആൾ ഇന്നടത്ത് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സത്സംഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താ അവർക്കുണ്ടായ ഗുണം? നമ്മൾ ഇപ്പോൾ സനൽജി പറഞ്ഞ പോലെ ഏട്ടിലെ പശുവിന് പുല്ല് തിന്നാൻ പറ്റില്ലല്ലോ. നമ്മൾ പശുവിനെ പുല്ലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാലേ അങ്ങനെ പുല്ലുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരികയാണ് ആചാര്യന്മാർ. ഓരോ സ്ഥലത്തും നേരിട്ട് ഓൺലൈനിൽ പഠിക്കുന്നത് കൊണ്ട് മാത്രം പൂർണ്ണമാവില്ല എന്നുള്ള അറിവിൻ്റെ പുറത്താണ് ഓരോ സ്ഥലത്തും ആളുകൾ വന്ന് നേരിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ പലരെയും പരിചയപ്പെടുത്തി, അവിടെയൊക്കെ വന്ന് പഠിച്ചവരാണ് വളരെ ഭംഗിയായിട്ട് ചെല്ലാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്കുള്ള ഒരു അപേക്ഷ, ഓൺലൈനിൽ പഠിച്ചു, അപ്പോൾ എൻ്റെ കയ്യിലിതുണ്ട്, ഇത് ഓഫ്ലൈനിലൂടെ കയറിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടേതാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരികയാണ്, എങ്ങും പോകണ്ട, ആ വരുന്ന അവസരങ്ങൾ ആരും ഉപേക്ഷിക്കരുത്. ഈ 2-3 ദിവസം മുമ്പ് ഒരു ഏകാഹ യജ്ഞം ഇവിടെ നടത്തിയിരുന്നു. അതിനൊരു അറിയിപ്പുണ്ടായിരുന്നു. അതിലെ വാചകങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു ലക്ഷ്യം ആ വാചകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക്. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ ഒരു പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഭംഗിയായിട്ട് നാരായണീയം ചൊല്ലി സമർപ്പിക്കേണ്ടത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ഏകാഹ യജ്ഞം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് യജ്ഞം നടത്തിയത്. എന്നാൽ രാവിലെ മുതൽ വൈകിട്ട്, സാറിന് അത്രയും സമയം നീട്ടിയൊരു യജ്ഞം നടത്താറില്ല.
കേട്ടിട്ടുള്ളവർക്ക് അറിയാം എത്ര ഗംഭീരമായിരുന്നു എന്ന്. കേൾക്കാത്തവർ പറ്റുമെങ്കിൽ അത് യൂട്യൂബിലുണ്ട്, കേൾക്കണം. ദർശികാജി ഓരോ അധ്യായത്തിൻ്റെയും താത്വികമായ വിശകലനത്തോടു കൂടിയാണ് ആ ദശകങ്ങളെല്ലാം അവതരിപ്പിച്ചത്. ദർശികാജി ഇത്രയും സമയം ഒരുമിച്ചിരുന്ന് ഒരു യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ഞങ്ങൾ ആ പല യജ്ഞങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. മിഷനിലൊക്കെ ആയിരിക്കുമ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരിക്കും. ഇത് രാവിലെ 7 മണിക്ക് ഞാനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ദർശികാജി ഇരിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് 7 മണി വരെ അവിടെ ഇരുന്നു. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ സമർപ്പിക്കാൻ വരുന്ന ആളുകൾ ഇത് കേട്ട് പഠിച്ചിട്ട് അവർക്ക് സമർപ്പിക്കാൻ പറ്റണം എന്നായിരുന്നു. എത്ര ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അതിനുള്ള മഹത്വം അറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അതിലേക്ക് ചെന്നപ്പെടാൻ. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ സമിതിയൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ പോലെ സാറൊക്കെ ഏതെങ്കിലും വീടുകളിലോ അമ്പലത്തിലോ ഒക്കെ വെച്ചായിരുന്നു ഇതൊക്കെ നടത്തിയിരുന്നത്. അന്ന് ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. എന്നാലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ ലീവൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ലീവ് എടുത്ത് അതിൻ്റെ കൂടെ പോവും. അന്ന് ഓൺലൈനൊന്നും ഇല്ല, നേരിട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ നേരിട്ട് പഠിക്കണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ട് എവിടെയൊക്കെ അതൊക്കെ ഞങ്ങൾ ടീച്ചറും ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആൾക്കാരെല്ലാവരും നേരിട്ട് പോയിട്ടുള്ളവരാണ്. അതിൻ്റെ ഗുണം എല്ലാ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങും പോകണ്ട, നിങ്ങൾ അടുത്തേക്ക് ഇത് വരികയാണ്, വരുമ്പോൾ അതിനെ ഉപയോഗിക്കണം. അതുപോലെ ഓൺലൈനിലൊക്കെ കിട്ടുന്ന അവസരങ്ങളും ഒക്കെ ഉപയോഗിക്കണം. എന്നിട്ട് പശു പുല്ല് ചവച്ച് തൻ്റേതാക്കുന്നത് പോലെ ഈ തത്വങ്ങൾ തൻ്റേതാക്കി ലോകത്തിന് കൊടുത്ത് തൻ്റെ ഗുരുദക്ഷിണ പൂർത്തിയാക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഭക്തരുടെയും ഭഗവാന്റെയും പാദങ്ങളിൽ ആചാര്യൻ സുരേഷ് കുമാർ. ഹിൻസറിൻ്റെ പരമാധ്യ ബ്രഹ്മശ്രീ ശ്രീ ഹരിദാസ് ജി, ആചാര്യന്മാർ, മറ്റാചാര്യന്മാർ, സദസ്സിലിരിക്കുന്ന പഠിതാക്കൾ, ഭക്തജനങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഹിൻസറിൻ്റെ 13ാമത്തെ ഓൺലൈൻ ഗ്രൂപ്പിൻ്റെ പരീക്ഷയും സമർപ്പണവുമായിരുന്നു നടന്നത്. എല്ലാവരും ഏകദേശം നല്ല രീതിയിൽ തന്നെ അത് പഠിച്ച് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ഇനിയും ഈ നാരായണീയം എന്ന ഗ്രന്ഥം നിങ്ങൾ ദിവസവും 5ഉം 10ഉം ശ്ലോകം വെച്ചൊന്നും ചൊല്ലണ്ട. ദിവസവും ഒരു ശ്ലോകം ചൊല്ലിയാൽ മതി. വീട്ടിലിരുന്ന് ഒരു ശ്ലോകം ചൊല്ലുക. എന്നിട്ട് അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക, സ്വയം മനസ്സിലാക്കുക ആദ്യം. അങ്ങനെ ഓരോ ശ്ലോകവും ഓരോ ദിവസം വീതം ചൊല്ലി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവുകയും ഇല്ല, നമുക്ക് കൂടുതൽ അത് ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യും. ക്രമേണ വീട്ടിലുള്ളവരെയോ അല്ലെങ്കിൽ അടുത്ത അയൽക്കാരെയോ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് 1-2 പേരായാലും കുഴപ്പമില്ല, നമ്മുടെ രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുക കൂടെ ചെയ്യുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഹൃദ്യസ്ഥമാകും. അങ്ങനെ നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ പറ്റും. അല്ലെങ്കിൽ പഠിച്ചു വെച്ചാൽ നമ്മൾ പലതും മറന്നുപോകും. അപ്പോൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ഉറയ്ക്കും. അങ്ങനെ നമുക്ക് ഈ ഒരു പന്ഥാവിലേക്ക്, നേരത്തെ പറഞ്ഞവിടെ ഇങ്ങനൊരു സത്സംഗം കൊണ്ടേ നമുക്കെന്തെങ്കിലും ഒരു ഉപയോഗമുള്ളൂ. കാരണം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. കുടുംബത്തിൽ പോലും നമുക്ക് പരസ്പരം ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനോ സന്തോഷിക്കാനോ ഒക്കാത്ത ഒരവസ്ഥയാണ്. ഇന്ന് നമ്മൾ രാവിലെ 7 മണി മുതൽ ഇത്രയും സമയമായി നമ്മുടെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഇല്ലായിരുന്നു. ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ നാമങ്ങൾ, അതിൻ്റെ രൂപങ്ങളെല്ലാമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. എല്ലാ വിഷമതകളും സങ്കടങ്ങളും ഒക്കെ മാറ്റിവെച്ചാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നത്. അതാണ് ഈ സത്സംഗത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി. ആചാര്യ ശ്രീലാം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം ഗുരുനാഥനായ ബ്രഹ്മശ്രീ ഹരിദാസ ഗുരുവിൻ്റെ പാദങ്ങളിലും പത്മൻ ടീച്ചർ, രാജമ്മ, എല്ലാ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പാദങ്ങളിൽ, ഭക്തജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഒന്നും പറയാനില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു.
എല്ലാ പരീക്ഷ പാസ്സായ എല്ലാവർക്കും എല്ലാവരുടെയും നമ്മുടെ ഹെഡ് സാറിൻ്റെ എല്ലാ അംഗങ്ങളുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ പറഞ്ഞ പോലെ സുരേഷ് സാർ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ശ്ലോകം വെച്ച് പഠിപ്പിക്കുക. അപ്പോൾ നമ്മളത് പഠിക്കാൻ താല്പര്യപ്പെടും. അപ്പോൾ എന്താണെന്ന് അപ്പോഴേ നമ്മൾ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് വായിക്കാൻ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളത് ഓരോ ശ്ലോകം വീതം സന്ധിവിച്ഛേദം പദച്ഛേദം പുസ്തകം ഇവിടെ തരും. അപ്പോൾ അതെടുത്ത് വെച്ച് നമ്മൾ നോക്കി എൻ്റെ രാജമ്മ അമ്മകൾ പറഞ്ഞതുപോലെ നമുക്കത് പഠിച്ച് നമുക്ക് ഓരോരുത്തരെ പഠിപ്പിക്കാൻ പറ്റും. 1-2 പേരെ പഠിപ്പിച്ചിട്ട് പതുക്കെ ഓരോരുത്തരെയും എല്ലാവർക്കും അങ്ങനെ പഠിപ്പിക്കാനും സാധിക്കട്ടെ. ഗുരുവിൻ്റെ ആ ഒരു സങ്കല്പം നമുക്കെല്ലാവർക്കും കൂടി സാധിച്ചു കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശ്രീമതി നിർമ്മല. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മുടെ പ്രധാന പരമാചാര്യനായിരിക്കുന്ന ഹരിദാസ് ഗുരുവിൻ്റെ പാദങ്ങളിൽ എൻ്റെ പൂർണ്ണ പ്രണാമം. അതേപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിജയകുമാർ സാറ്, പത്മകുമാരി ടീച്ചറ്, രാജം ടീച്ചറ്, അതേപോലെ ഉണ്ണിത്താൻ സാറ്, സുരേഷ് ജി, മറ്റു ആചാര്യന്മാർ, അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാ എൻ്റെ സത്സംഗ ബന്ധുക്കൾക്കും എല്ലാ പേർക്കും, നമ്മുടെ സനജി ഈ സംഘടനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നതായ നമ്മുടെ സനജിക്കും കുടുംബത്തിനും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അണുവിലും അണുവായ എനിക്ക് ഈ വേദിയിൽ നമ്മുടെ ഗുരുനാഥനോടൊപ്പം ഇവിടെ ഇരിക്കുവാൻ ലഭിച്ച ഭാഗ്യം അത് പറഞ്ഞാൽ തീരാത്തതാണ്. അതേപോലെ ഞാൻ തിരുത്തുന്നതായ ഗ്രൂപ്പിലെ എല്ലാ ഭക്തജനങ്ങളെയും, അതായത് കുറേ പേരെങ്കിലും എനിക്ക് കാണുവാനും അവരുടെ ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ, അവരെയൊക്കെ നേരിട്ട് കാണുവാനും നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് കേട്ടതിലും വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതേപോലെ പഠിച്ചവരെല്ലാം എല്ലാവരും ഈ 5 പേർക്കെങ്കിലും ഈ ഒരു ആത്മതത്വത്തിനെ പറഞ്ഞു കൊടുക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആചാര്യ സുനിദാസൻ. ഹരിയും മുഖ്യ ആചാര്യനും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പേർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. എല്ലാ തിരക്കിലും എല്ലാം മാറ്റിവെച്ച് ഇത്രയും ദൂരം നിങ്ങളെല്ലാം വന്ന് ആ 3.5 വർഷത്തെ പരീക്ഷയിൽ പങ്കെടുത്ത് അത് സന്തോഷമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ അതെല്ലാം പാരായണം ചെയ്തു. ഇവിടെ എല്ലാവരും ഇവിടെ പാരായണം ചെയ്തതിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമാണ് തെറ്റ്. ബാക്കിയെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ പാരായണം ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ ഇനിയും സന്ധിവിച്ഛേദവും പദച്ഛേദവും കൂടി നോക്കി വാക്കുകൾ മനസ്സിലാക്കി നന്നായിട്ട് വീണ്ടും നാരായണീയം പഠിക്കണം, ചൊല്ലണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും ഇത്രയും ഭംഗിയായിട്ട് സന്ധിവിച്ഛേദവും പദച്ഛേദവും ഒക്കെ നമ്മളെ ഗുരുജി വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തെറ്റ് വരാൻ പാടില്ല. ദയവ് ചെയ്ത് എല്ലാവരും സന്ധിവിച്ഛേദവും പദച്ഛേദവും ഒക്കെ മനസ്സിലാക്കി വാക്കുകൾ മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ട് ചൊല്ലണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വീണ്ടും ഈ പുസ്തകം മാറ്റിവെക്കാതെ വീണ്ടും ഓരോ ശ്ലോകങ്ങൾ വീതമെങ്കിലും പഠിച്ച് എല്ലാവരെയും പഠിപ്പിച്ച് നമ്മളാ കഴിയുന്ന പോലെ എല്ലാവരെയും വീട്ടിലുള്ളവരെയെങ്കിലും പഠിപ്പിച്ച് നന്നായിട്ട് ചൊല്ലണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അടുത്ത ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ആചാര്യന്മാർക്ക് ഗുരുദക്ഷിണ സമർപ്പിക്കുന്ന സമയമാണ്. ഗുരുദക്ഷിണ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചരുവം വെച്ചിട്ട് അതിനകത്ത് പൈസ ഇടുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ ആ ഗുരുദക്ഷിണ എങ്ങനെ സമർപ്പിക്കണമെന്ന് നമുക്ക് കാണാം. നമ്മുടെ ഗുരുനാഥനെ സ്വീകരിക്കാൻ വേണ്ടി, ഗുരുദക്ഷിണ സമർപ്പിക്കാൻ വേണ്ടി ശ്രീമതി 1ാം റാങ്ക് നേടിയ ശ്രീമതി ഇന്ദുജ കെ ആലപ്പുഴ 36ാമത്തെ പെട്ടെന്ന് വേണം. റാങ്ക് വാങ്ങിച്ചവരൊന്ന് വാഴയ്ക്കപ്പോൾ
ഒന്നാമത്തെ റാങ്ക് നേടിയത് നമ്മുടെ ഗുരുനാഥനെ ആദരിക്കുന്നു. ആ ഭാഗത്ത് ഇല്ല ഇപ്പം ഇല്ല. അടുത്തതായി നമ്മുടെ പ്രസിഡന്റിനെ ആദരിക്കാൻ വേണ്ടി ശ്രീമതി മീര ടി കെ, എറണാകുളം, ക്രമ നമ്പർ 35. അടുത്തത് നമ്മുടെ ഡയറക്ടർ പ്രൊഫസർ ടി പത്മാവതി ടീച്ചറിനെ ആദരിക്കാൻ വേണ്ടി ശ്രീമതി ജയശ്രീ ജി, ആലപ്പുഴ, ക്രമ നമ്പർ 49. അടുത്ത് നമ്മുടെ മുഖ്യ ആചാര്യ ശ്രീമതി രാജൻ നാരായണ അമ്മയെ ആദരിക്കാൻ വേണ്ടി ശ്രീമതി മോഹനകുമാരി അമ്മ, ട്രിവാൻഡ്രം, 19ാമത്തെ റാങ്ക്, 19ാമത്തെ ക്രമ നമ്പർ. നമ്മുടെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീ ശശിധരൻ ഉണ്ണിത്താൻജിയെ ആദരിക്കാൻ വേണ്ടി ശ്രീമതി ഉഷാകുമാരി, മുംബൈ, 38 ക്രമം. ചേട്ടാ ഇങ്ങോട്ട്. ആചാര്യനായിട്ടുള്ള ശ്രീ സുരേഷ് കുമാർജിയെ ആദരിക്കാൻ വേണ്ടി ശ്രീ രാമാനുജൻ നായർ, ആലപ്പുഴ. ഇതുകൂടി. നമ്മുടെ ആചാര്യയായിട്ടുള്ള ശ്രീലാജിയെ ആദരിക്കാൻ വേണ്ടി ശ്രീമതി അംബിക നായർ, ട്രിവാൻഡ്രം. ശ്രീമതി നിർമ്മലാമ്മയെ ആദരിക്കാൻ വേണ്ടി ശ്രീമതി ഗായത്രി മുരളി, നോർത്ത് പറവൂർ. നമ്മുടെ ആചാര്യയായിട്ടുള്ള ശ്രീമതി സുനിത സനലിനെ ആദരിക്കാൻ വേണ്ടി ശ്രീമതി സുജാത ഇ ജി, പാലക്കാട്. നമ്മുടെ മുഖ്യ ആചാര്യയായിട്ടുള്ള ശ്രീമതി രാജം നാരായണനെ ഗുരുദക്ഷിണ സമർപ്പിക്കാൻ വേണ്ടി ശ്രീമതി സുധാ കെ നായർ, എറണാകുളം. എവിടെ?
നമ്മുടെ ആചാര്യയായിട്ടുള്ള ഓൺലൈൻ പഠന ഗ്രൂപ്പുകളുടെ ആചാര്യയായിട്ടുള്ള ശ്രീമതി രാജം നാരായണനെ ആദരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരീക്ഷയിൽ മാർക്ക് ഇടാൻ വേണ്ടി 3 ആചാര്യന്മാരുണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യ ആചാര്യൻ ട്രെയിനിങ് ഗ്രൂപ്പിലെ ആചാര്യമായിട്ടുള്ള അതിൽ പ്രതിനിധീകരിച്ച് ശ്രീമതി രമാജിക്ക് ആദരിക്കുന്നു. ശ്രീമതി ഗീതാദേവി എറണാകുളം 8ാം റാങ്ക് വാങ്ങിയ ശ്രീമതി ഗീതാദേവി എറണാകുളം. അടുത്തായി നമ്മുടെ ആചാര്യയായിട്ടുള്ള ശ്രീമതി ജി ശ്രീദേവിജിയെ ആദരിക്കുന്നതാണ്. ശ്രീമതി കുമാരി ഇന്ദുജ കെ വരും. അടുത്തതായി നമ്മുടെ ആചാര്യയായിട്ടുള്ള ശ്രീമതി ജയശ്രീ പി എല്ലിനെ ആദരിക്കുന്നു. നമ്മുടെ ആദരിക്കുന്ന ചടങ്ങ് അവസാനിച്ചു. ഇനി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ്. അപ്പം ആരംഭിക്കുകയാണ്. ഇന്ദുജ കെ. മീര ടി കെ. ശ്രീമതി ജയശ്രീ എസ്. ശ്രീമതി മോഹനകുമാരി അമ്മ.
ശ്രീമതി ഉഷാകുമാരി മോഹനൻ, ശ്രീ രാമാനുജൻ നായർ, ശ്രീമതി അംബിക നായർ, ശ്രീമതി ഗായത്രി മുരളി, ശ്രീമതി സുജാത ഇ ജി, സുജാത ഇ ജി, ശ്രീമതി സുധാ കെ നായർ, ശ്രീമതി ഗീതാദേവി കെ ബി, ശ്രീമതി സിന്ധു വി, ശ്രീമതി രാധാമണി എൽ, ശ്രീമതി പി വത്സലകുമാരി, ശ്രീമതി രാധമ്മ പി കെ, ശ്രീമതി ഉഷ ഗിരീശൻ, ശ്രീമതി ദേവകി അന്തർജനം, ശ്രീമതി ശ്യാമകുമാരി എം എൻ, ശ്രീമതി ശ്രീകല എൻ, ശ്രീമതി സാവിത്രി സി എ,
ശ്രീമതി ആർ ശാന്തകുമാരി അമ്മ, ശ്രീമതി രേണുക സോമൻ, ശ്രീമതി രജത എസ്, രജത എസ്, ശ്രീമതി രാജേശ്വരി എ, ശ്രീമതി നന്ദിനി എസ്, ശ്രീമതി മുക്ത കെ നായർ, ശ്രീമതി രാധാചന്ദ്രൻ, ശ്രീമതി പൊന്നമ്മ മോഹൻ, ശ്രീമതി ശ്രീലത എസ്, ശ്രീമതി കൃഷ്ണവേണി ജി, ശ്രീമതി കാർത്യായനി വാസു, ശ്രീമതി പ്രിയ ചന്ദ്രൻ, ശ്രീമതി അമ്മിണിക്കുട്ടി അമ്മ, ശ്രീമതി സുധാമണി ബി, ശ്രീമതി ഗീത എ വി, ഗീത എ വി, ശ്രീമതി ഷീമ ആർ,
ശ്രീമതി രാഗിണി ഹരികുമാർ, ശ്രീമതി അനിത ശശിധരൻ, ശ്രീമതി ഗീതകുമാരി എൽ, ശ്രീമതി ഇന്ദിരാദേവി കെ, ശ്രീമതി സുഷമാദേവി എം എസ്, ശ്രീമതി സിമി ജയൻ, ശ്രീമതി പത്മജ എസ്, ശ്രീമതി ലിസികുമാരി സി കെ, ശ്രീമതി അനിതകുമാരി കെ, ഡോക്ടർ കെ ടി ശ്രീലത, ശ്രീമതി സുശീല പ്രദീപ്, ശ്രീമതി ശാന്ത ഡി, ശ്രീമതി ഷീലാകുമാരി പി, ശ്രീമതി അജിത കെ ആർ,
ശ്രീമതി രമാദേവി എസ്. ശ്രീമതി ശ്രീദേവി കൃഷ്ണദാസ്. ശ്രീമതി രാജേശ്വരി വി ബി. ശ്രീമതി കലാവതി കൃഷ്ണമൂർത്തി. ശ്രീമതി പ്രേമലത സുകുമാരൻ. ശ്രീമതി ലതിക സി. ലതിക സി. ശ്രീമതി മോഹന ജെ നായർ. മോഹന ജെ നായർ. ശ്രീമതി രത്നമ്മ പി ആർ. രത്നമ്മ പി ആർ. ശ്രീമതി രജനി രഘുകുമാർ. രജനി രഘുകുമാർ. ശ്രീമതി സുധ മോഹൻദാസ്. ശ്രീമതി ഗീത ഗോവിന്ദരാജ്. ഗീത ഗോവിന്ദരാജ്. ശ്രീമതി ലത മുരളീധരൻ. ശ്രീമതി ആശാലത പി പി. സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയായി. ഹരിയോ. എല്ലാ ഭക്തജനങ്ങളും ദയവായി ശ്രദ്ധിക്കൂ. സംസാരം പാടില്ലെന്ന് രാവിലെ പറഞ്ഞു.